ദൈവനാമത്തിന് മഹത്വം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ജീവന്റെ മാർഗം എനിക്ക് കാണിച്ചു തരണമേ എന്ന് സങ്കീർത്തനം 16 അധ്യായം അതിന്റെ 11 എഴുതപ്പെട്ടിരിക്കുന്നു. മോശയുടെ ധർമ്മശാസ്ത്ര മാർഗത്തിൽ ജീവിച്ച ദാവീദിന് ദൈവം ജീവന്റെ മാർഗം വെളിപ്പെടുത്തി കൊടുത്തു. ഗലാത്യർ 3 ജീവനെ കൊടുക്കുന്ന പ്രമാണം അവർക്ക് ഇല്ല. ആദ്യമായി ജീവനെ കൊടുത്തത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. എന്റെ ജീവനെ ഞാൻ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നിൽ സ്നേഹമായിരിക്കുന്നു. എന്റെ ജീവനെ സ്വയം അർപ്പിക്കാനും അത് തിരികെ എടുക്കാനുമുള്ള അധികാരം പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നു. ആർക്കും എന്നിൽ നിന്ന് അതെടുക്കാൻ സാധിക്കില്ല. ഇത് എന്റെ കർത്താവ് തന്റെ വാക്കിനാൽ പറഞ്ഞ തിരുവചനമാണ്. തന്റെ ജീവനെ രക്ഷിക്കുന്നവന് നിത്യജീവൻ നഷ്ടമാകും. തന്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നവനു നിത്യജീവൻ പ്രാപിക്കും. ജീവന്റെ മാർഗം ദാവീദിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സ്ഥലത്ത് തന്റെ ആത്മാവ് പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെടുകയില്ലെന്നും യേശുവിന്റെ ശരീരം ദ്രവത്വം കാണുകയില്ലെന്നും അവൻ പ്രസ്താവിക്കുന്നു. മരിച്ചുപോയവരുടെ ശരീരം ഭൂമിയിൽ അടക്കപ്പെടുന്നു. അവരുടെ ആത്മാവ് പാതാളത്തിലേക്ക് പോകുന്നു. എന്റെ ആത്മാവിനെ താഴ്ന്ന പാതാളത്തിൽ നിന്ന് വിടുവിച്ച് അത് വലിയ കൃപയാണ് എന്ന് ദാവീദ് പറയുന്നു. ഇത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായം അതിന്റെ 22 തുടർച്ചയായ വചനങ്ങളിൽ കാണാം. ലാസറിനെ അബ്രഹാമിന്റെ മടിയിലും ധനികനെ പാതാളത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഇരുവരും ഭൂമിയിൽ ഒന്നിച്ച് ജീവിച്ചവരാണ്. ഇവരുടെ മരണശേഷം ലാസറിനെ അബ്രഹാമിന്റെ മടിയിലുള്ള ഉയർന്ന പാതാളത്തിലും ധനികനെ താഴ്ന്ന പാതാളത്തിലും നാം കാണുന്നു. ദാവീദിന് ജീവന്റെ മാർഗം വെളിപ്പെടുത്തി കൊടുത്ത സ്ഥലത്ത് ദാവീദിന്റെ ആത്മാവ് ഉയർന്ന പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെടുകയില്ല എന്നത് അവന്റെ ആത്മാവ് ഉയർന്ന പാതാളത്തിൽ നിന്ന് പരദീസിലേക്ക് കൊണ്ടുപോകപ്പെടും എന്നതിനെയാണ് വെളിപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ 1 പത്രോസ് 3 അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ കാണാം. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ പാതാളത്തിൽ പോയി പ്രസംഗിക്കുകയും ചെയ്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അത് നോഹയുടെ കാലത്ത് അനുസരിക്കാത്ത ആത്മാക്കളാണെന്നും എഴുതിയിട്ടുണ്ട്. അവർ ന്യായവിധിക്കായി പോകുന്ന ആത്മാക്കളാണെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. എഫേസ്യർ 4 അധ്യായം അതിന്റെ 8, 9, 10 വചനങ്ങളിൽ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറിയെന്ന് പൗലോസ് എഴുതുന്നു. അവൻ ഉയർന്ന പാതാളത്തിൽ അബ്രഹാമിന്റെ മടിയിൽ ആയിരുന്നവരെ പരദേശിയിലേക്ക് കൊണ്ടുപോയി എന്ന് പൗലോസ് എഴുതുന്നു. അവൻ കയറി എന്ന് പറയുന്നതിനാൽ അവൻ ഭൂമിയുടെ താഴ്ന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങിയെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലായിരിക്കും എന്ന് കർത്താവ് കള്ളനോട് പറഞ്ഞതിനാൽ അബ്രഹാമിന്റെ മടിയിലായിരുന്ന എല്ലാവരും ആ കള്ളനും പരദീസയിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ദാവീദിന്റെ ജീവന്റെ മാർഗം വെളിപ്പെടുത്തി കൊടുത്ത സ്ഥലത്ത് ദാവീദിന്റെ ആത്മാവ് പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെടാതെ പരദീസയിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. പരിശുദ്ധൻ ദ്രവത്വം കാണുവാൻ അനുവദിക്കുകയില്ല എന്നത് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നതിനെ വെളിപ്പെടുത്തുന്നു. ജീവന്റെ മാർഗം എന്നത് ദാവീദിന്റെ ആത്മാവ് പാതാളത്തിൽ നിന്ന് പരദീസയിലേക്ക് കൊണ്ടുപോകപ്പെട്ടതും യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുമായ ജീവന്റെ മാർഗത്തിലെ 2 അനുഭവങ്ങളാണ്. യേശു ജീവന്റെ മാർഗത്തെ സ്ഥാപിച്ചു. മോശയുടെ മാർഗം ശിക്ഷാവിധി നൽകുന്ന മാർഗമായിരുന്നു. 2 കൊരിന്ത്യർ 3 അധ്യായം അതിന്റെ 9. യേശു ജീവന്റെ മാർഗത്തിൽ ശിക്ഷാവിധി നൽകാതെ നിത്യജീവനെ നൽകി. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെയെന്ന് റോമർ 6 അധ്യായം അതിന്റെ 23 എഴുതപ്പെട്ടിരിക്കുന്നു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10 അധ്യായം അതിന്റെ 10 പറയുന്നു. ജീവന്റെ മാർഗം സ്ഥാപിച്ച ജീവന്റെ അധിപതി താൻ പറഞ്ഞതുപോലെ തന്നെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 3, 4 വചനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ജീവന്റെ മാർഗത്തിന് അനുഗ്രഹത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.